സോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ ഡീൽ ചെയ്ത ചാപ്റ്റർ ഏതായിരുന്നു? എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ സെക്രീഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി എത്തിയ സമയത്ത് അവിടെ ഞാൻ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നടക്കുന്ന റീഅബ്സോർപ്ഷൻ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൗണ്ടർ കറന്റ് മെക്കാനിസം എന്നൊരു മെക്കാനിസത്തെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് പുതിയ വീഡിയോ ഉണ്ടാക്കും. അപ്പോൾ മെയിനായിട്ട് കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൗണ്ടർ കറന്റ് മെക്കാനിസമാണ്. അപ്പോൾ ഈ കൗണ്ടർ കറന്റ് മെക്കാനിസത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് ഈ കൗണ്ടർ കറന്റ് മെക്കാനിസം. അപ്പോൾ അത് കൺസെപ്റ്റ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. നല്ല രീതിക്ക് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ധാരാളം വട്ടം ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് കിടക്കാം. കൗണ്ടർ കറന്റ് മെക്കാനിസത്തിലേക്ക് കിടക്കാം. എന്താണ് കൗണ്ടർ കറന്റ് മെക്കാനിസം? നമുക്കറിയാം, നമ്മുടെ മാമൽസിനുള്ളൊരു കഴിവാണ് എന്തെന്ന് പറയുന്നത്, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ഹൈ വാട്ടർ കണ്ടൻറ്റ് കുറവുള്ള ലോ ക്വാണ്ടിറ്റി ഉള്ള എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി എന്താ ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് അവരുടെ ബോഡി വാട്ടർ എന്ത് ചെയ്യാൻ പറ്റും? കൺസേർവ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ജീവജാലങ്ങൾക്കുള്ള മാമൽസിനുള്ള കഴിവാണെന്ത്? ഈ കോൺസെൻട്രേറ്റഡ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ യൂറിൻ കോൺസെൻട്രേഷന് നമ്മളെ സഹായിക്കുന്ന പ്രോസസ്സാണെന്ത്? കൗണ്ടർ കറന്റ് മെക്കാനിസം. ഈ കൗണ്ടർ കറന്റ് മെക്കാനിസത്തിൽ മെയിനായിട്ടും വരുന്ന 2 ആൾക്കാരാണ്. ഒരാളെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ആണെന്ത്? ലൂപ്പ് ഓഫ് ഹെൻലി. ലൂപ്പ് ഓഫ് ഹെൻലി നമ്മൾ കഴിഞ്ഞ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ സെക്രീഷനിൽ കണ്ടായിരുന്നു. രണ്ടാമത്തെ ആളാണെന്ത്? വാസ റെക്ടം. രണ്ടാമത്തെ ആളാണെന്ത്? വാസ റെക്ടം. എന്താണ് വാസ റെക്ടം? എന്താണ് വാസ റെക്ടം എന്ന് പറഞ്ഞാൽ? വാസ റെക്ടം എന്നൊരു ലാറ്റിൻ വേർഡാണ്. ആ ലാറ്റിൻ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് വെസൽ എന്നാണ് അർത്ഥം. ആ ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് വെസൽ എന്നാണ്. അപ്പോൾ സ്ട്രെയിറ്റ് വെസൽ എന്ന് പറഞ്ഞാൽ അതായത് ഇഫറൻറ്റ് ആർട്ടീരിയോൾസിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ഈ വാസ റെക്ടം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള, എന്നാൽ പൂർണ്ണമായിട്ട് സ്ട്രെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് യു ലൂപ്പ് പോലെ ഫോം ചെയ്യുന്ന എന്താണ് ഒരു വെസലാണ് എന്തെന്ന് പറഞ്ഞത്. ഇഫറൻറ്റ് ആർട്ടീരിയോളിൽ നിന്ന് പാർട്ടാണ്. ഇഫറൻറ്റ് ആർട്ടീരിയോൾ ഫോം ചെയ്യുന്നതാണ് എന്ത്? വാസ റെക്ടം. ഒരു യു ഷേപ്പ്ഡ് ആയിട്ടുള്ള യു ലൂപ്പ് പോലെയുള്ള ഒരു ബ്ലഡ് വെസൽ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാസ റെക്ടം എന്ന് വിളിക്കുന്നത്. അത് കാണപ്പെടുന്നത് ചില പ്രത്യേകതരം നെഫ്രോണുകളാണ്. ആ നെഫ്രോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. ഈ വാസ റെക്ടം കാണപ്പെടുന്നത് ചില സ്പെഷ്യലൈസ്ഡ് നെഫ്രോൺസിലാണ്. ആ നെഫ്രോൺസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. അപ്പോൾ എന്താണ് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്? അപ്പോൾ നമുക്ക് കിഡ്നിയിൽ നമുക്കറിയാം, കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? നെഫ്രോൺ എന്ന് പറയുന്നത്. നെഫ്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാണ് എന്തെന്ന് പറയുന്നത്? കോർട്ടിക്കൽ നെഫ്രോൺസ്. ഒന്നെന്താണ്? കോർട്ടിക്കൽ നെഫ്രോൺസ്. രണ്ടാമത്തെ കാറ്റഗറി ആണെന്ത്? ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. അപ്പോൾ നമുക്ക് ആദ്യം കോർട്ടിക്കൽ നെഫ്രോൺസിനെ കുറിച്ച് കാണാം. കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ് എന്തെന്ന് പറയുന്നത്? കിഡ്നിയിലെ നെഫ്രോൺസിൻ്റെ മേജർ ഷെയർ എന്ന് പറയുന്നത് കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. അതായത് ഏതാണ്ട് 80 to 85% ഓഫ് ദി കിഡ്നി നെഫ്രോൺസ് എന്ന് പറയുന്നത് കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. എന്താണ് കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ പ്രത്യേകത? ഈ കോർട്ടിക്കൽ നെഫ്രോൺസിലെ റീനൽ കോർപ്പസൽസ് അല്ലെങ്കിൽ അവരിലെ മാൽഫീജിയൻ ബോഡി, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ മറ്റേ ബൊമാൻസ് ക്യാപ്സ്യൂള്, ഗ്ലോമർലസ് ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു ഇത് ഓർമ്മയുണ്ടോ? മാൽഫീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ ഫസ്റ്റ് ഇതിൽ പറഞ്ഞു തന്നിരുന്നു, അത് ഫസ്റ്റ് ഇതിൽ കാണിച്ചു തന്നിരുന്നു അത്. അപ്പോൾ ആ ഒരു പോർഷൻ റീനൽ കോർപ്പസിൽ വരുന്നത് കോർട്ടിക്കൽ നെഫ്രോൺസിൽ എവിടെ വരുന്നത്? ഹൈ അപ്പ് ഇൻ ദ കോർട്ടെക്സ്. റീനൽ കോർട്ടെക്സിൽ ഹൈ അപ്പായിട്ടാണ് എന്ത് വരുന്നത്? റീനൽ കോർപ്പസിൽ അല്ലെങ്കിൽ മാൽഫീജിയൻ ബോഡി കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ കേസിൽ വരുന്നത്. ആൻഡ് ദേ ഓൾസോ ഹാവ് വെരി ഷോർട്ട് ലൂപ്പ് ഓഫ് ഹെൻലി. അധികം നീളമില്ലാത്ത, മിഡിലേക്ക് അധികം ആഴത്തിലോട്ട് എന്താണ് ലെങ്ത് വരാത്ത ചെറിയ അല്ലെങ്കിൽ ഷോർട്ട് ലൂപ്പ് ഓഫ് ഹെൻലിയാണ് ആർക്ക് വരുന്നത്? കോർട്ടിക്കൽ നെഫ്രോൺസിൽ വരുന്നത്.
എന്താണ് കോർട്ടിക്കൽ നെഫ്രോൺസിൽ റീനൽ കോർപ്പസിൽ എവിടെ ഇരിക്കുന്നത്? ഹൈ അപ്പ് ഇൻ ദ കോർട്ടെക്സ് ആൻഡ് ദേ ഓൾസോ ഹാവ് വെരി ഷോർട്ട് ലൂപ്പ് ഓഫ് ഹെൻലി. ഇനി ഇവിടെ വരുന്ന ചില പ്രത്യേക തരം എന്താണ് കാപ്പിലറി മെഷിനെയാണ് നമ്മൾ പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. എന്താണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്? നമുക്കറിയാം ഇഫറൻറ്റ് ആർട്ടറി ഗ്ലോമർലെസ്സിൽ നമ്മളറിയാം ആരൊക്കെ കയറി ചെല്ലുന്നുണ്ട്? അഫറൻറ്റ് ആർട്ടീരിയോൾ ഇഫറൻറ്റ് ആർട്ടീരിയോളും കയറി ചെല്ലുന്നുണ്ട്. അഫറൻറ്റ് ആർട്ടീരിയോൾ എന്താണ് ഗ്ലോമർലാർ ടഫ്റ്റ് ഉണ്ടാകുന്നു, അതിനുള്ളിൽ നിന്ന് പിന്നെ ഇഫറൻറ്റ് ആർട്ടീരിയോൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ ഇഫറൻറ്റ് ആർട്ടീരിയോൾ കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ PCTയുടെയും DCTയുടെയും പ്രോക്സിമൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെയും ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൻ്റെയും ചുറ്റും ഒരു കാപ്പിലറി മെഷ് ക്രിയേറ്റ് ചെയ്യും. ആ കാപ്പിലറി മെഷിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നു. എന്താ പെരിട്യൂബുലാർ കാപ്പിലറീസ്? ദി കാപ്പിലറി മെഷ് that is formed around PCT and DCT by the efferent arteriole in the case of a cortical nephron is called as peritubular capillaries. അതായത് ഈ കോർട്ടിക്കൽ നെഫ്രോൺസിന് ചുറ്റും ഇഫറൻറ്റ് ആർട്ടീരിയോൾ ഫോം ചെയ്യുന്ന ഒരു കാപ്പിലറി മെഷിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത് പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ ഫങ്ഷൻസ് എന്താ നോക്കാം. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഫങ്ഷൻസ് ആണ് കോർട്ടിക്കൽ നെഫ്രോൺസിന് വരുന്നത്. അതായത് ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ ഓഫ് ദ വേസ്റ്റ് പ്രൊഡക്ട്സ്. സാധാരണ നമ്മുടെ ട്യൂബുലാർ സെക്രീഷൻ ആൻഡ് റീഅബ്സോർപ്ഷൻ ഫങ്ഷൻ മാത്രമാണ് ഇതിൽ വരുന്നത്. കോർട്ടിക്കൽ നെഫ്രോൺസിൽ വരുന്നത് അവർക്ക് എന്ത് വരുന്നില്ല, അതായത് യൂറിൻ കോൺസെൻട്രേഷനിൽ യാതൊരു റോളും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ്റെ നോർമൽ കണ്ടീഷൻസ് ആൻഡ് സെക്രീഷൻ ഓഫ് ദ വേസ്റ്റ് പ്രൊഡക്ട്സ്, നോർമൽ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ സെക്രീഷൻ പ്രോസസ്സാണിത് കോർട്ടിക്കൽ നെഫ്രോൺസിൽ. ഇനി നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ അല്ലെങ്കിൽ ഈ കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്നത് ആരിലാണെന്ന് നമ്മൾ പറഞ്ഞു? ജെക്സ്റ്റാമെഡുലറി സ്പെഷ്യലൈസ്ഡ് നെഫ്രോൺസ് ആയിട്ടുള്ള ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസ്? അതായത് ബാക്കി വരുന്ന 15 to 20% ഓഫ് ദ നെഫ്രോൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസ് എന്ന് വിളിക്കുന്നത്. ഈ ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിൽ അവരുടെ പ്രത്യേകത എന്താണ്? അവരുടെ മാൽഫീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസിൽ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ജെക്സ്റ്റാമെഡുലറി സ്പേസ് അല്ലെങ്കിൽ ജംഗ്ഷൻ ഓഫ് കോർട്ടെക്സ് ആൻഡ് മെഡുല്ലയിലാണ് അവരുടെ റീനൽ കോർപ്പസിൽ അല്ലെങ്കിൽ മാൽഫീജിയൻ ബോഡി വരുന്നത്. അതുപോലെ തന്നെ അവർക്കുള്ള വേറൊരു പ്രത്യേകതയാണ് ഒരു ലോങ് ലൂപ്പ് ഓഫ് ഹെൻലി, നീളമുള്ള ലൂപ്പ് ഓഫ് ഹെൻലി ദാറ്റ് എക്സ്റ്റെൻഡ്സ് വെരി മച്ച് ഡീപ്പ് ഇൻ ടു ദ മെഡുലറി സ്പേസ്. അതായത് ഡീപ്പ് മെഡുലറി സ്പേസസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ലോങ് ലൂപ്പ് ഓഫ് ഹെൻലി എന്തിൽ കാണാൻ സാധിക്കും? ഈ ജെക്സ്റ്റാമെഡുലറി ഗ്രൂപ്പ് ഓഫ് നെഫ്രോൺസിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വാസാറെക്ട. വാസാറെക്ട എന്ന് പറയുന്നത് ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർക്കുള്ളൊരു പ്രത്യേകതയാണ് ഈ വാസാറെക്ട. വാസാറെക്ട എന്താണ്? ഇതേ തന്നെ ഇഫറൻറ്റ് ആർട്ടീരിയോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പെരിട്യൂബുലാർ കാപ്പിലറീസ് കോർട്ടിക്കൽ നെഫ്രോൺസിന് ചുറ്റും പെരിട്യൂബുലാർ കാപ്പിലറീസ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിൽ ഇഫറൻറ്റ് ആർട്ടീരിയോൾ ഫോം ചെയ്യുന്നതാണ് എന്ത്? വാസാറെക്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാപ്പിലറി മെഷാണ്. കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ കേസിൽ ഒരു കാപ്പിലറി മെഷാണെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇവിടെ അത് ഫോം ചെയ്യുന്നത് ഹെൻലീസ് ലൂപ്പിന് പാരലായിട്ട് എന്താണ്? ഒരു യു ഷേപ്പ്ഡ് ലൂപ്പ് പോലെയാണ് ഇത് ഫോം ചെയ്യുന്നത് ഡിഫറെൻ്റ് ആർട്ടീരിയൽ. ആ യു ഷേപ്പ്ഡ് ലൂപ്പ് ഓഫ് ബ്ലഡ് വെസലിനെയാണ് നമ്മൾ വിളിക്കുന്നത് വാസാറെക്ട എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നതാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ. രണ്ട് തരത്തിലുള്ള നെഫ്രോൺസിനെ നമ്മൾ പരിചയപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവർ ഓരോരുത്തരുടെ ഫംഗ്ഷനും പരിചയപ്പെട്ടു. കോർട്ടിക്കൽ നെഫ്രോൺസ് ആണെങ്കിൽ സാധാ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ സെക്രീഷൻ ഫംഗ്ഷൻ. ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിലേക്ക് വരുമ്പോൾ അവരാണ് എന്ത്? കൗണ്ടർ കറന്റ് മെക്കാനിസം നടക്കുന്നത്. അവരിലാണ് എന്ത്? വാസാറെക്ട, ലോങ് ലൂപ്പ് ഓഫ് ഹെൻലി പോലെയുള്ള കാര്യങ്ങൾ കാണപ്പെടുന്നത് ഈ ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിലാണ്. അപ്പോൾ കിഡ്നിയിൽ വരുന്ന രണ്ട് തരത്തിലുള്ള നെഫ്രോൺസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി എന്താണ് കൗണ്ടർ കറന്റ് മെക്കാനിസം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിങ്ങനൊരു സെനേറിയോ ചിന്തിക്കുക. അതായത് നിങ്ങൾ എക്സാമിന് വേണ്ടി നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 8 മണിക്കൂറായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. 8 മണിക്കൂർ ക്രോസ് ചെയ്തു, എന്നിട്ടും നിങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. നിങ്ങളുടെ ബോഡി പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി?
ഡീഹൈഡ്രേറ്റഡ് ആവാൻ തുടങ്ങി. ഒന്നാമത്തെ സമ്മർ സീസണുമാണ്. എന്നിട്ട് നിങ്ങൾ 8 മണിക്കൂറായിട്ട് വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ ബോഡി പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഡീഹൈഡ്രേറ്റഡ് ആവാൻ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ കിഡ്നി കാണും. അപ്പോൾ കിഡ്നി കാണുമ്പോൾ കിഡ്നി ആകെ പാനിക്കായി. ബോഡി എന്ത് ചെയ്യുന്നു? ഡീഹൈഡ്രേറ്റഡ് ആവുന്നു, ബോഡിയിലെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന രീതിയിൽ കിഡ്നി ഭയങ്കര പാനിക്കായി. അപ്പോൾ കിഡ്നി വേഗം എന്ത് ചെയ്യും? കിഡ്നിയുടെ എംപ്ലോയീസിൻ്റെ അടുത്തേക്ക് പോകും. ആരാ കിഡ്നിയുടെ എംപ്ലോയീസ് ആയിട്ട് വരുന്നത്? നെഫ്രോൺസ് ആണ്. അപ്പോൾ നെഫ്രോൺസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നെഫ്രോൺസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് എംപ്ലോയീസിൻ്റെ അടുത്തേക്ക് നെഫ്രോൺസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആരാണത്? കോർട്ടിക്കൽ നെഫ്രോൺസ്. അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺസിൻ്റെ അടുത്ത് ചെന്ന് കിഡ്നി പറയാണ്, മുതലാളി 8 മണിക്കൂറായിട്ട് എന്തോ കാര്യമായിട്ടുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. 8 മണിക്കൂറായിട്ട് മുതലാളി ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല. ബോഡിയിലാണെങ്കിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും. ബോഡി ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇങ്ങനെ കിഡ്നി പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് കോർട്ടിക്കൽ നെഫ്രോൺസ് ഇങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് പറയാണ്, ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല. ഇപ്പോൾ കിഡ്നി എന്തോന്ന്? അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺ പറയുകയാണ്, എന്തിനാണ് മുതലാളി? വലിയ മുതലാളി വെള്ളം കുടിക്കാത്തതിൻ്റെ പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് കുതിര കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? വലിയ മുതലാളിയുടെ അടുത്ത് പോയി പറ വെള്ളം കുടിക്കാം, ഞങ്ങളെ കൊണ്ടൊക്കെ ഇല്ല ഇതൊന്നും. അപ്പോൾ വേറൊരാൾ പറയാണ്, രണ്ടാമത്തെ കോർട്ടിക്കൽ നെഫ്രോൺ പറയാണ്, എന്താ പറയുന്നത്? എന്തിഷ്ടാ ഈ സാധനം ചെയ്യാൻ ബേസിക്കായിട്ടൊരു സാധനമുണ്ട്, അതാണ് ഈ വാസാറക്റ്റ. അത് ഞങ്ങൾക്ക് ഇല്ലാന്നേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വേറൊരു കോർട്ടിക്കൽ നെഫ്രോൺ വന്നിട്ട് പറയാണ്, ഉള്ളത് പറയാലോ സാറേ, ഞങ്ങളെ കൊണ്ട് ഒക്കുകയില്ല. അപ്പോൾ ഇതൊക്കെ കേട്ട് കിഡ്നി ആകെ തലവിരുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിഡ്നി തലവിരുത്തിരിക്കുന്ന സമയത്താണ് മേ ഐ കമ്മിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കി ബായ് വരുന്ന പോലെ, റോക്കി ബായുടെ എൻട്രി പോലെ ഒരാളിങ്ങനെ കയറി വരിക. അപ്പോൾ കിഡ്നി ഇങ്ങനെ നോക്കി. അപ്പോൾ ഈ സമയത്ത് ആര് റോക്കി ബായ് ഇത്രയും വലിയൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആര് റോക്കി ബായുടെ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വരുന്നത് ചോദിക്കാം. ആരാ? അപ്പോൾ ചോദിക്കുന്നപ്പോൾ ഇപ്പോൾ കയറി വന്ന ആൾ പറയുകയാണ്, സാഗർ ഇലിയാസ് ജാക്കി ബോയ്, ഞാൻ ജെക്സ്റ്റ മെഡുലറി നെഫ്രോൺ എന്ന് ആര് പറയുകയാണ്? നമ്മുടെ ജെക്സ്റ്റ മെഡുലറി നെഫ്രോൺ പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് കിഡ്നി അതിന് ഇപ്പോൾ പറയാണ്, ഈ പണി എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്കിതേ ദതുണ്ട്. അപ്പോൾ കിഡ്നി എന്തുണ്ട്? ദത് വാസാരക്ട, ആ സാധനം എനിക്കുണ്ട്, ഈ പണി എനിക്ക് ചെയ്യാൻ പറ്റും, മുതലാളി എനിക്ക് വിടുന്നേ. അപ്പോൾ കിഡ്നി ഇത് കേട്ടിട്ട്, നീ എന്തേലും കാണിക്കും, ബോഡി ഓൾറെഡി ഡീഹൈഡ്രേറ്റഡ് ആയി തുടങ്ങി, തീരെ വെള്ളമില്ലാത്ത അവസ്ഥ, മുതലാളി ഈ അടുത്തൊന്നും വെള്ളം കുടിക്കുന്ന തോന്നുന്നില്ല, ഭ്രാന്ത് പിടിച്ചുകൊണ്ടാണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീ എന്തെങ്കിലും കാണിച്ചിട്ട് അതായത് ബോഡിയിലെ വാട്ടർ കോൺസെൻട്രേഷൻ തിരിച്ച് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കാനായിട്ട് ആര് പറയാണ്? ജെക്സ്റ്റ മെഡുലറി നെഫ്രോൺ പറയുകയാണ്. അപ്പോൾ ജെക്സ്റ്റ മെഡുലറി നെഫ്രോൺ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ബോഡിയിലെ വാട്ടർ കണ്ടന്റ് വളരെയധികം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക, ബോഡി ഡീഹൈഡ്രേഷനിലേക്ക് ചെന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ജെക്സ്റ്റ മെഡുലറി നെഫ്രോൺ ചെന്നിട്ട് പറയും, ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യണം? കൗണ്ടർ കറന്റ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി കിടക്കാൻ പോകുന്നതാണ് മെയിനായിട്ടുള്ള ടോപ്പിക്ക്, കൗണ്ടർ കറന്റ് മെക്കാനിസം. അപ്പോൾ കൗണ്ടർ കറന്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കൗണ്ടർ കറണ്ട് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൗണ്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, 2 പാരലൽ ട്യൂബ്യൂൾസ് നിങ്ങൾ സങ്കല്പിക്കുക. ആ 2 പാരലൽ ട്യൂബ്യൂൾസിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലൂയിഡ് ഒഴുകുന്നതെന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ ഒരാൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റേ ആൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 2 പാരലൽ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൗണ്ടർ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഞാൻ 2 യു ഷേപ്ഡ് ആയിട്ടുള്ള ലൂപ്പുകൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യു ഷേപ്ഡ് ലൂപ്സ്, ഒന്നാമത്തെ യു ഷേപ്ഡ് ലൂപ്പ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന യു ഷേപ്ഡ് ലൂപ്പ് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി, രണ്ടാമത് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ വാസ റെക്ടയാണ്. അപ്പോൾ ഇവർ വെച്ച് നമുക്ക് എങ്ങനെയാണ് കൗണ്ടർ കറണ്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ലൂപ്പ് ഓഫ് ഹെൻലിയിൽ നമുക്കറിയാം എന്തൊക്കെയുണ്ട്? ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അസെൻഡിങ് ലിംബും ഉണ്ട്. അപ്പോൾ ഡിസെൻഡിങ് ലിംബ് ടു അസെൻഡിങ് ലിംബ് ഫിൽട്രേറ്റ് ഏത് ഡയറക്ഷനിലാണ് ഒഴുകുന്നത് എന്നുള്ളത് നോക്കുക. കണ്ടോ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫിൽട്രേറ്റ് എവിടെ ഒഴുകുന്നത്? ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഒഴുകുന്നത്. ഡിസെൻഡിങ് ലിംബിൽ ഇങ്ങനെ താഴോട്ട് വന്ന് അസെൻഡിങ് ലിംബിൽ ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം വാസ റെക്ടയിൽ ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത് വാസ റെക്ടയാണ്. കണ്ടോ, ബ്ലഡ് ഒഴുകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്. അപ്പോൾ അതായത് ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത്. ഇതിൽ ഇങ്ങനെ പോകുമ്പോൾ വാസ റെക്ടയിൽ എങ്ങനെയാണ്? ഇങ്ങനെയാണ് പോകുന്നത്. അതായത് 2 പാരലൽ ട്യൂബ്യൂൾസിൽ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലൂയിഡ് ഒഴുകുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ഒരു കൗണ്ടർ കറണ്ട് ഫോം ചെയ്യുന്നു.
അത്രയാണ് മനസ്സിലാക്കുക. അതായത് എങ്ങനെ പറയാം നമുക്ക്, ഇപ്പോൾ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ ഫിൽട്രേറ്റ് എങ്ങനെയാണ് ഒഴുകുന്നത്? മുകളിലോട്ടാണ് ഒഴുകുന്നത്. അതിന് പാരലായിട്ട് വരുന്ന ലിംബ് ഓഫ് വാസ റെക്റ്റയിൽ ബ്ലഡ് എങ്ങോട്ടാണ് ഒഴുകുന്നത്? താഴോട്ടാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിയിൽ എന്താണ് ഫിൽട്രേറ്റ് എങ്ങോട്ടാണ് ഒഴുകുന്നത്? താഴോട്ടാണ് ഒഴുകുന്നത്. അതിന് പാരലായിട്ട് വരുന്ന ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അതിന് പാരലായിട്ട് വരുന്ന വാസാറക്റ്റയുടെ ലിംബിൽ എന്താണ് ബ്ലഡ് എങ്ങോട്ടാണ് ഒഴുകുന്നത്? മുകളിലോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ രണ്ട് പാരലൽ ട്യൂബ്യൂൾസിൽ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് അല്ല ഫ്ലൂയിഡ് എങ്ങനെ ഒഴുകുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ഒഴുകുന്നത്. അപ്പോൾ അതാണെന്ത് കൗണ്ടർ കറണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിൽ രണ്ട് പാർട്ടാണ് വരുന്നത്. ഒന്നാണ് കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ, പിന്നെ വരുന്നത് കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ച്. എന്തൊക്കെ വരുന്നത്? കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ ആൻഡ് കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ച്. അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്? കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയറിനെ കുറിച്ചാണ്. കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് അതിൽ വരുന്നത് മെയിനായിട്ട് നമ്മൾ ആരാണ്? ലൂപ്പ് ഓഫ് ഹെൻലിയാണ് വരുന്നത്. കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയറിൽ മെയിനായിട്ടും വരുന്നത് ആരാണ്? ലൂപ്പ് ഓഫ് ഹെൻലിയാണ്. അപ്പം എന്താണ് കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ എന്നുള്ളത് നമുക്ക് നോക്കാം. കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൂപ്പ് ഓഫ് ഹെൻലിക്ക് എന്തുണ്ട്? ഡിസെൻഡിങ് ലിംബും ഉണ്ട്, അസെൻഡിങ് ലിംബും ഉണ്ട്. അപ്പോൾ ഡിസെൻഡിങ് ലിംബ് ഞാൻ കഴിഞ്ഞ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ലൂപ്പ് ഓഫ് ഹെൻലി എടുക്കുന്ന സമയത്ത് ലൂപ്പ് ഓഫ് ഹെൻലിയുടെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് എന്താണ്? പെർമിയബിൾ ടു വാട്ടർ ആണ്. അവിടെ എന്താ ചെയ്യുന്നത്? വാട്ടറിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഡിസെൻഡിങ് ലിംബ് എന്ത് ചെയ്യുന്നു? വാട്ടറിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പുറത്തേക്ക്. ദാറ്റ് ഈസ് പെർമിയബിൾ ടു വാട്ടർ. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് പെർമിയബിൾ ടു വാട്ടർ. അപ്പോൾ അതെന്ത് ചെയ്യും? ആൻഡ് ഇറ്റ് ഈസ് ഇംപെർമിയബിൾ ടു സാൾട്ട്. സാൾട്ടിന് ഇംപെർമിയബിളും വാട്ടറിന് പെർമിയബിൾ. എത്ര ഓർത്താൽ മതി? ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് പെർമിയബിൾ ടു വാട്ടർ. വാട്ടറിന് പെർമിയബിൾ ആണെന്ന് പറയുന്നത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി. ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി വാട്ടറിന് പെർമിയബിൾ ആണ്. സോ മോർ വാട്ടർ ഈസ് ബീങ് റീഅബ്സോർബ് ഇൻ ടു ദിസ് മെഡുലറി സ്പേസ്. മെഡുലറി സ്പേസിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ കയറും. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വാട്ടർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കണ്ടിന്യൂസ്ലി എന്ത് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക? ഡിസെൻഡിങ് ലിംബിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനെ വാട്ടർ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിങ്ങനെ ഈ ഫിൽട്രേറ്റ് ഇങ്ങനെ താഴും. ഡിസെൻഡിങ് ലിംബ് വഴി ട്രാവൽ ചെയ്യുന്ന സമയത്ത് വാട്ടർ പോയിക്കൊണ്ടിരിക്കുന്നു. സാൾട്ടിന് ഇംപെർമിയബിൾ. സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും ഫിൽട്രേറ്റിൽ. അപ്പോൾ എന്തുണ്ടാവും? ഫിൽട്രേറ്റ് മോർ ആൻഡ് മോർ എന്തായിട്ട് മാറും? കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറും. വാട്ടർ അങ്ങനെ പോകുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഫിൽട്രേറ്റ് എന്താവും? മോർ ആൻഡ് മോർ കോൺസെൻട്രേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഡിസെൻഡിങ് ലിംബിൽ അവസാനം ഈ ഭാഗത്തോട്ടോട്ട് എത്തുന്ന സമയത്ത് ഈ ഫിൽട്രേറ്റ് എന്തായിരിക്കും? ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ഇവിടെ വരുന്ന ഫിൽട്രേറ്റ്. എന്നിട്ട് ഈ ഹൈലി കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് ആണ് എങ്ങോട്ട് കയറുന്നത്? നമ്മുടെ അസെൻഡിങ് ലിംബിലോട്ട് കയറുന്നത്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫിൽട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലിംബിലോട്ട് കയറുന്നത്. ഈ അസെൻഡിങ് ലിംബ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ. അസെൻഡിങ് ലിംബ് ഇംപെർമിയബിൾ ടു വാട്ടർ. വാട്ടറിന് ഇംപെർമിയബിളും സാൾട്ടിന് പെർമിയബിളും ആണ്. ഇങ്ങനെ ഓർത്താൽ മതി. അസെൻഡിങ് ലിംബ് എന്താണ്? സാൾട്ടിന് പെർമിയബിൾ ആണ്. സാൾട്ടിനെയാണ് പെർമിയബിലിറ്റി ഉള്ളത് അസെൻഡിങ് ലിംബിൽ. അപ്പോൾ എന്ത് ചെയ്യും? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി സാൾട്ടിനെ മൊത്തം ഇവിടെ ഉണ്ടായിരുന്ന സാൾട്ടിനെ മൊത്തം എങ്ങോട്ട് വിടും? മെഡുലറി സ്പേസിലോട്ട് വിടും. എങ്ങോട്ട് വിടും? മെഡുലറി സ്പേസിലോട്ട് വിടും. ഓക്കെ. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതായത് എന്താ പറയുക, ഫിൽട്രേറ്റ് ഇങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ വാട്ടർ പോവും. അതായത് ഡിസെൻഡിങ് ലിംബിൽ വെച്ചിട്ട് വാട്ടർ മെഡുലറി സ്പേസിലോട്ട് പോവും. അത് കഴിഞ്ഞ് ഇവിടെ എത്തുന്ന സമയത്ത് എന്താണ്? ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആവും. ഡിസെൻഡിങ് ലിംബിൽ വെച്ചിട്ട് ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റഡ് ആകും. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബിലേക്ക് കയറുന്ന സമയത്ത് അതിലുള്ള സാൾട്ട് മൊത്തം എന്ത് ചെയ്യും? മെഡുലറി സ്പേസിലോട്ട് പോകും. അങ്ങനെ മെഡുലറി സ്പേസിലോട്ട് ഒരുപാട് സാൾട്ട് വന്ന് മെഡുലറി സ്പേസിൻ്റെ ഓസ്മോളാരിറ്റി ഏതാണ്ട് 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആയിട്ട് മാറും. എന്താ ഉണ്ടാവുന്നത്? ഈ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ വഴി, അതായത് ഡിസെൻഡിങ് ലിംബ് വഴി പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്?
വാട്ടർ മൊത്തം മെഡുലറി സ്പേസിലോട്ട് പോകും. ഫിൽട്രേറ്റ്, ഡിസെൻഡിങ് ലിംബിലുള്ള ഫിൽട്രേറ്റ് എന്താവും? കോൺസെൻട്രേറ്റഡ് ആവും. ഹൈലി കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് എവിടേക്ക് കയറും? അസെൻഡിങ് ലിംബിലോട്ട് കയറും. അസെൻഡിങ് ലിംബിൽ എത്തുന്ന സമയത്ത് എന്താണ്? അസെൻഡിങ് ലിംബ് ഈസ് പെർമിയബിൾ ടു സാൾട്ട്. ഈ സാൾട്ട് മൊത്തം എന്ത് ചെയ്യും? എവിടേക്ക് കയറും? മെഡുലറി സ്പേസിലോട്ട് കയറും. അങ്ങനെ സോൾട്ട് വന്ന് ഡെപ്പോസിറ്റായി മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൻ്റെ എന്താണ് ഓസ്മോളാരിറ്റി ഏതാണ്ട് എത്രയിലെത്തും? 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്ററിലേക്ക് എത്തും. ഇതാണ് എന്തെന്ന് പറയുന്നത്? കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. മെയിനായിട്ടും വരുന്നത് ലൂപ്പ് ഓഫ് ഹെൻലി ആണ്. അപ്പോൾ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ വഴി ഇനി വരുന്നതാണ് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ. കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ വഴി ഏതാണ്ട് ഈ 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന ആ ഒരു കോൺസെൻട്രേഷനിലേക്ക്, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് എവിടെ വന്നു? നമ്മുടെ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ വന്നു. ഇനി എന്താണ് ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഹൈ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഈ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ ഈ ഹൈ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചറിൽ വരുന്നത് ആരാണ്? ഈ വാസാറെക്ടയാണ് വരുന്നത്. ആരാ വരുന്നത്? വാസാറെക്ട. ഞാൻ പറഞ്ഞു വാസാറെക്ടയിൽ എങ്ങനെയാണ് ഫിൽട്രേറ്റ്, അതായത് എൻഡീസ് ലൂപ്പിൽ ഫിൽട്രേറ്റിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഈ ഒരു ഡയറക്ഷനിലാണ് ഫിൽട്രേറ്റ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ വാസാറെക്ടയിലെ ബ്ലഡ് എങ്ങനെയാണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് കൗണ്ടർ കറണ്ട്. അങ്ങനെയാണ് കൗണ്ടർ കറണ്ട് ഉണ്ടാകുന്നത്. ഈ ഒരു ഡയറക്ഷനിൽ ഫിൽട്രേറ്റ് ഒഴുകുമ്പോൾ ഇവിടെ എങ്ങനെയാണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബ്ലഡ് ഒഴുകുന്നത്. അപ്പോൾ വാസാറെക്ടയിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ എവിടേക്ക് കയറി? മെഡുലറി സ്പേസസിലോട്ട് ഇങ്ങനെ കയറി വരികയാണ്. താഴത്തോട്ട് കയറി വരികയാണ്. താഴത്തോട്ട് കയറി വരുന്ന സമയത്ത് എന്താ കാണുന്നത്? മെഡുലറി സ്പേസിൽ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ബ്ലഡ്. വാസാറെക്ടയിലുള്ള ബ്ലഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ഭയങ്കര ഉപ്പ്. അതായത് അവിടെ എന്താണ്? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ടാണ് വന്നിരിക്കുന്നത് മെഡുലറി സ്പേസിലേക്ക്. അപ്പോൾ വാസാറെക്ട എന്ത് ചെയ്യും? ഉള്ള സാൾട്ടിനോട് മൊത്തം ബാ 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 എന്ന് പറഞ്ഞിട്ട് സാൾട്ടിനെ മൊത്തം വിളിച്ച് എന്ത് ചെയ്യും? വാസാറെക്ട അകത്തേക്ക് കയറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? വാസാറെക്ടയിൽ ആ ലിംബിലുള്ള വെള്ളത്തിനെ മൊത്തം എന്ത് ചെയ്യും? പോ 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 എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിനെ മൊത്തം എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളുകയും ചെയ്യും. അപ്പോൾ ഇത് എന്തിന് പാരലായിട്ട് വരുന്നതാണ്? ഈ ലിംബ് എന്ന് പറയുന്നത് ഈ താഴത്തോട്ട് വരുന്ന ലിംബറ്റിക് അസെൻഡിങ് ലിംബിന് പാരലായിട്ടുള്ളതെന്ന് ഓർക്കണം. അപ്പോൾ അസെൻഡിങ് ലിംബിന് പാരലായിട്ടുള്ള ലിംബ് ഓഫ് വാസാറെക്ടയിൽ ഇങ്ങനെ മെഡുലറി സ്പേസിലേക്ക് ബ്ലഡ് കയറി വരും. ബ്ലഡ് കയറി വരുമ്പോൾ എന്താണ്? ഹൈ ഓസ്മോളാരിറ്റി, ഹൈ സാൾട്ട് കോൺസെൻട്രേഷനുള്ള മെഡുലറി സ്പേസിലേക്കാണ് എന്ത്? ബ്ലഡ് കയറി വരുന്നത്. അപ്പം എന്ത് ചെയ്യും? അവിടെ നിന്നുള്ള സാൾട്ടിനെ മൊത്തം ആരെടുക്കും? വാസാറെക്ട എടുത്തിട്ട് അവിടേക്ക് എന്ത് കൊടുക്കും? വെള്ളം കൊടുക്കും. അപ്പോൾ ഇവിടെയുള്ള ബ്ലഡ് എന്തായി? ഈ ഒരു ലിംബിലുള്ള ബ്ലഡ് എന്തായി? ഹൈലി കോൺസെൻട്രേറ്റഡ് വിത്ത് സാൾട്ട് ആയിട്ട് മാറി. ഹൈ കോൺസെൻട്രേറ്റഡ് ബ്ലഡ് ആയിട്ട് മാറി. അതിങ്ങനെ എന്ത് ചെയ്യും? ഒഴുകി വന്ന് പിന്നെ എങ്ങോട്ട് കയറും? ഡിസെൻഡിങ് ലിംബിന് പാരലായിട്ടുള്ള വാസാറെക്ടയുടെ ലിംബിലേക്ക് കയറും. അവിടുത്തെ പ്രത്യേകത എന്താ? ഡിസെൻഡിങ് ലിംബിൽ താഴോട്ടാണ് ഫിൽട്രേറ്റ് ഒഴുകുന്നത്. ബ്ലഡ് ഇവിടെ എങ്ങനെ ഒഴുകുന്നത്? മുകളിലോട്ടാണ് ഒഴുകുന്നത്. ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബിൽ താഴോട്ടാണ് ഒഴുകുന്നത് ബ്ലഡ്. പക്ഷെ അതിന് പാരലായിട്ട് വരുന്ന വാസാറെക്ടയുടെ ലിംബിൽ ബ്ലഡ് മുകളിലോട്ടാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് എന്താ? വീണ്ടും മെഡുലറി സ്പേസിൽ ഇന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ എന്താ? ഡിസെൻഡിങ് ലിംബിൽ നിന്ന് എന്താ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? വാട്ടറാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. അവിടെ എന്താണ്? തൊട്ട് നോക്കുന്ന സമയത്ത് ഉപ്പ് തീരെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന്, അതായത് ഈ അസെൻഡിങ് ലിംബിന് പാരലായിട്ടുള്ള ലിംബ് കളക്ട് ചെയ്ത ആ സാൾട്ട് മൊത്തം എന്ത് ചെയ്യും? സാൾട്ടിനോട് മൊത്തം എന്ത് ചെയ്യും? ഇവിടെ ചെല്ലും. ഇവിടെ എത്തുമ്പോൾ സാൾട്ടിനോട് മൊത്തം പോ 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 എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്നുള്ള വാട്ടറിനെ എന്ത് ചെയ്യും? വാസാറെക്ട ഇങ്ങോട്ട് എടുക്കും. ഇതിലേക്ക് ബ്ലഡിലേക്ക് എടുക്കും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇവിടെ എത്തുന്ന സമയത്ത് ഈ ലിംബ് ഓഫ് വാസാറെക്ട ദാറ്റ് ഈസ് പാരലൽ ടു ഡിസെൻഡിങ് ലിംബ്. ദി ലിംബ് ഓഫ് വാസാറെക്ട ദാറ്റ് ഈസ് പാരലൽ ടു എന്താണ്? ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലെ. വാട്ടർ എന്ത് ചെയ്യും? വാസാറെക്ടയുടെ ഉള്ളിലായി വാട്ടറിനെ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്യും. എന്തിനെ പുറത്തേക്ക് തള്ളും? ഈ സോൾട്ടിനെ മൊത്തം പുറത്തേക്ക് തള്ളും. അപ്പോൾ വീണ്ടും എന്ത് കയറി? മെഡുലറി സ്പേസിലേക്ക് സോൾട്ട് കയറി അല്ലേ? അവിടെ നിന്നുള്ള വെള്ളത്തെ മൊത്തം എടുത്ത് ആര് കയറി?
സോൾട്ട് കയറി. അപ്പോൾ എന്തുണ്ടാവും? വീണ്ടും എന്തുണ്ടാവും? മെഡുലറി ഓസ്മോളാരിറ്റി 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്ററിലേക്ക് എത്തും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? കൗണ്ടർ കറണ്ട് എക്സ്ചേഞ്ച്. അപ്പോൾ കൗണ്ടർ കറണ്ട് മൾട്ടിപ്ലയറിൽ ആരാ വരുന്നത്? ലൂപ്പ് ഓഫ് ലിങ്ക്. അവിടെ എന്താ നടക്കുന്നത്? ഡിസെൻഡിങ് ലിംബ് വാട്ടറിന് പെർമിയബിൾ ആണ്. വാട്ടറിനെ എങ്ങോട്ട് വിടും? മെഡുലറി സ്പേസിലോട്ട് വിടും. ഫിൽട്രേറ്റ് എന്താവും? കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവും. കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബിലോട്ട് എത്തുമ്പോൾ അവിടെ ആർക്ക് പെർമിയബിളാ? സോൾട്ടിന് പെർമിയബിളാണ്. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോൾട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബിൽ എത്തുമ്പോൾ അവിടെ അതിലുള്ള സോൾട്ടിനെ മൊത്തം എന്ത് ചെയ്യും? മെഡുലറി സ്പേസിലോട്ട് വിടും. ഈ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഈ സോൾട്ട് കുറേ മെഡുലറി സ്പേസിലോട്ട് വന്ന് അവിടുത്തെ ഓസ്മോളാരിറ്റി, മെഡുലറി സ്പേസിൻ്റെ ഓസ്മോളാരിറ്റി ഏതാണ്ട് എത്ര എത്തും? 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്ററിലേക്ക് എത്തും. ഇനി കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് അതെന്തിനു സഹായിക്കുന്നതാ? ഈ ഹൈ ഓസ്മോളാരിറ്റി മെഡുലറി സ്പേസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ. ആരാണ് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചർ? വാസാറെക്ട. വാസാറെക്ടയിൽ എങ്ങനെയാണ് ബ്ലഡ് ഒഴുകുന്നതെന്ന് പറഞ്ഞു. അതായത് അസെൻഡിങ് ലിംബിൽ പാരലായിട്ട് വരുന്ന ലിംബ് ഓഫ് വാസാറെക്ടയിൽ ബ്ലഡ് എങ്ങനെയാണ്? അസെൻഡിങ് ലിംബിൽ ഫിൽട്രേറ്റ് മുകളിലോട്ട് ഒഴുകുമ്പോൾ ബ്ലഡ് അതിന് പാരലായിട്ട് വരുന്ന ലിംബിൽ ബ്ലഡ് എങ്ങോട്ടാണ്? താഴോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ബ്ലഡ് ഇങ്ങനെ താഴോട്ട് ഒഴുകി മെഡുലറി സ്പേസിലേക്ക് കയറി വന്നു. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അവിടെ എന്താണ്? ഹൈ ഓസ്മോളാരിറ്റിയാണ് മെഡുലറി സ്പേസിൽ അല്ലേ? തൊട്ട് നോക്കിയിട്ട് ഭയങ്കര ഉപ്പ്. അപ്പോൾ എന്ത് ചെയ്യും? ആ ഹൈ ഓസ്മോളാരിറ്റിയിലെ മെഡുലറി സ്പേസിലെ സോൾട്ടിനെ മൊത്തം ആരെടുക്കും? വാസാറെക്ട ഉള്ളിലോട്ട് കയറ്റിയിട്ട് അതിൽ നിന്നുള്ള വാട്ടറിനെ മൊത്തം എന്ത് ചെയ്യും? മെഡുലറി സ്പേസിലോട്ട് തള്ളും. അപ്പോൾ ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് എന്ത് കൂടും? വാസാറെക്ടയിൽ, അതായത് വാസാറെക്ടയിൽ എന്ത് കൂടും? സോൾട്ട് കോൺസെൻട്രേഷൻ കൂടും. അതിങ്ങനെ പോയി എങ്ങോട്ടെത്തും? മുകളിലോട്ട് എത്തുന്ന സമയത്ത്, അതായത് എന്തിൻ്റെ പാരലായിട്ട് എത്തുന്ന സമയത്ത്? ഡിസെൻഡിങ് ലിംബിന് പാരലായിട്ടുള്ള ലിംബിലെത്തുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് ബ്ലഡ് ഒഴുകുന്നത്? ഡിസെൻഡിങ് ലിംബിൽ ഫിൽട്രേറ്റ് താഴോട്ട് ഒഴുകുമ്പോൾ ബ്ലഡ് അതിന് പാരലായിട്ടുള്ള ലിംബിൽ വാസാറെക്ടയിൽ ബ്ലഡ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. അവിടെ നോക്കുന്ന സമയത്ത് എന്താണ്? ഡിസെൻഡിങ് ലിംബ് വെള്ളമാണ് പുറത്തേക്ക് മെഡുലറി സ്പേസിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. സോ അവിടെ സാൾട്ട് കോൺസെൻട്രേഷൻ എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത സാൾട്ട് മൊത്തം എന്ത് ചെയ്യും? ഇയാൾ പുറത്തേക്ക് തള്ളിയിട്ട് ഇവിടെ ഡിസെൻഡിങ് ലിംബ് വിടുന്ന വെള്ളത്തെ മൊത്തം ഇയാൾ എന്ത് ചെയ്യും? ഉള്ളിലോട്ടെടുക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഇത് നേരെ എന്ത് ചെയ്യും? കോർട്ടെക്സ് കടന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്ന ബ്ലഡിന് എന്തിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുക? വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടി വരിക. അതായത് നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ മെക്കാനിസം വഴി കൺസേർവ് ചെയ്തു. ഡീഹൈഡ്രേഷൻ എന്ത് ചെയ്തു? പ്രിവെൻറ്റ് ചെയ്തു. ഇതായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിലൊരു ഗ്രാൻഡ് ഫിനാലെ വരുന്നുണ്ട്. ആ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് നമ്മുടെ കളക്ടിങ് ഡക്റ്റിലാണ്. അപ്പോൾ കളക്ടിങ് ഡക്റ്റിൽ എന്താ നടക്കുന്നത്? കളക്ടിങ് ഡക്റ്റിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു, ഒരു ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ, ഫെസിലിറ്റേറ്റീവ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കളക്ടിങ് ഡക്റ്റിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ADH, ഡീഹൈഡ്രേഷൻ, ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയി എന്നുള്ള അറിയുമ്പോൾ, മുതലാളി വെള്ളം കുടിച്ചിട്ടില്ല 8 മണിക്കൂറായിട്ട്, അതറിയുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ ADHനെ റിലീസ് ചെയ്യും. ഈ ADH എന്ന് എന്ത് ചെയ്യും? കളക്ടിങ് ഡക്റ്റിൽ ചില പ്രത്യേകതരം വാട്ടർ കനാലുകളുണ്ട്, വാട്ടർ ചാനൽസ് ഉണ്ട്. ആ വാട്ടർ ചാനൽസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? അക്വാ പോറിൻസ്. എന്താ വിളിക്കുക? അക്വാ പോറിൻസ്. ഈ അക്വാ പോറിൻസ് ഓപ്പൺ ചെയ്യും. അങ്ങനെ നമുക്കറിയാം ഈ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ എന്തുണ്ട്? ഹൈ സാൾട്ട് കോൺസെൻട്രേഷൻ ആണ്. ഈ കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയറും എക്സ്ചേഞ്ചറും കൂടി ചേർന്ന് ഒരു ഹൈ ഓസ്മോളാരിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. 1200 മില്ലി ഓസ്മോൾ എന്ന് പറയുന്ന ഹൈ ഓസ്മോളാരിറ്റി, ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ കാരണം ഈ അക്വാ പോറൻസ് തുറക്കുന്ന സമയത്ത് വാട്ടർ മൊത്തം, കളക്ടിങ് ഡക്റ്റിലുള്ള വാട്ടർ മൊത്തം എങ്ങോട്ട് കയറും? വീണ്ടും മെഡുലറി സ്പേസിലോട്ട് കയറും. അങ്ങനെ മെഡുലറി സ്പേസിലോട്ട് കയറിയിട്ട് ഇത് വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ വാസാറെക്ട വഴി എന്താണ്? കയറിപ്പോവാണ് ചെയ്യുക ഈ വെള്ളം. അപ്പോൾ ഈ മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ സ്പേസിലേക്ക് എന്ത് ചെയ്യും? വീണ്ടും വാട്ടർ റീഅബ്സോർബ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇന്നർ മെഡുലയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സാൾട്ടിനെ പോലെ തന്നെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടി മെഡുലറി ഓസ്മോളാരിറ്റി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാളെയും കൂടി റീഅബ്സോർബ് ചെയ്യും തിരിച്ച്.
അതാണ് നമ്മുടെ യൂറിയ. കളക്ടിങ് ഡക്റ്റിൽ നിന്ന് ഇന്നർ മെഡുലറി സ്പേസിൽ കുറച്ചും കൂടി ഇന്നർ മെഡുലറി സ്പേസിൻ്റെ ഓസ്മോളാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആരെയും കൂടി റീഅബ്സോർബ് ചെയ്യും? യൂറിയ. അപ്പോൾ യൂറിയയും കയറി സോൾട്ടും വന്നു. അപ്പോൾ മെഡുലറി ഓസ്മോളാരിറ്റി ഒന്നും കൂടി കൂടി. അങ്ങനെ ഹൈപ്പർ ഓസ്മോളാർ സ്റ്റേറ്റ് വരുന്ന സമയത്ത് അത് വീണ്ടും എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യും? വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. അങ്ങനെ കളക്ടിങ് ഡക്റ്റിൽ വെച്ചിട്ട് വീണ്ടും വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കും. അങ്ങനെ വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് കളക്ടിങ് ഡക്റ്റിൽ നിന്ന് പുറത്ത് വരുന്നത് ഏതാണ്ട് നമ്മുടെ ഫിൽട്രേറ്റിൻ്റെ 4 മടങ്ങ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും. ഏതാണ്ട് 300 to 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഫിൽട്രേറ്റിൻ്റെ 4 മടങ്ങ് 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും 4 മടങ്ങ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും? നമ്മുടെ കളക്ടിങ് ഡക്റ്റിൽ നിന്ന് വരുന്ന യൂറിൻ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത്രയും വാട്ടർ എന്ത് ചെയ്തു? ഈ ഒരു മെക്കാനിസം വഴി കൺസേർവ് ചെയ്തു. ഈ ഒരു മെക്കാനിസം ഇങ്ങനെ തന്നെ നിൽക്കാൻ കാരണം ഈ ഒരു മെഡുലറി ഹൈപ്പർ ഓസ്മോളാർ സ്റ്റേറ്റ് 1200 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഓസ്മോളാർ സ്റ്റേറ്റ് മെഡുലയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ഈ കോൺസെൻട്രേറ്റഡ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് സഹായിക്കുന്ന മെക്കാനിസമാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം. അതിൽ വരുന്ന 2 പാർട്ടാണ് കൗണ്ടർ കറന്റ് മൾട്ടിപ്ലയറും കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ചറും. അപ്പോൾ ഈ 2 ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് വിചാരിക്കുകയാണ്. കുറച്ചധികം ഡിഫിക്കൽട്ടാണ്. അങ്ങോട്ടൊഴുകുന്നു ഇങ്ങോട്ടൊഴുകുന്നു. അപ്പോൾ നമുക്ക് ആകെ തലയ്ക്ക് വട്ട് പിടിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കുക. ഒന്നോ രണ്ടോ വട്ടം കണ്ടു നോക്കുക മനസ്സിലായില്ലെങ്കിൽ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അത് മെൻഷൻ ചെയ്യുക. ഇതിൻ്റെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതും നോക്കുക. അതിൽ വരുന്ന ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഇനി ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക, റെസ്റ്റ് എടുക്കുക. ഓക്കെ, ബൈ.